രുചി വൈവിധ്യങ്ങളാൽ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്കിനിയും ധാരാളം കാര്യങ്ങൾ ചേലക്കരയ്ക്കകത്ത് ചെയ്യാനുണ്ട്. പുതിയ തലമുറകളും പുതിയ കാലഘട്ടം അനുസരിച്ച് നമ്മുടെ ഇനിയും രൂപമാറ്റത്തിൽ കുറേ ആവശ്യമുണ്ട് ചേലക്കരയിൽ. ഒരു ഈ അടുത്ത ദിവസം മാനിഫെസ്റ്റോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് ഇറക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഉത്തരവാദിത്വം ഉള്ള പണി തന്നെയാണ് പാർട്ടി വീണ്ടും ഏൽപ്പിച്ചതാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യും. കാർഷിക മേഖലയും വിദ്യാഭ്യാസ മേഖല തന്നെയാണ് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ട്. അടിസ്ഥാന സൗകര്യം ഇനി ഗ്രാമീണ റോഡുകൾ മാത്രമാണ് നമുക്ക് ഇനി അതിൽ ചെയ്തെടുക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്തുകളെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ പറഞ്ഞൊരു വാക്കാണ്, ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടി നമുക്കത് ചെയ്യാൻ ഇടപെടൽ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 1.5 വർഷമാണ് നമുക്ക് കിട്ടിയത്. കിട്ടിയ സമയം ഇടപെടൽ നടത്തി. ആ സമയത്ത് കണ്ട ചിത്രമല്ലായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഈ സമയത്തുള്ളത്. ഇനിയും നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ അതാത് പഞ്ചായത്തുകളെ ഒന്ന് കൂട്ടി ഒന്ന് അതിന് പ്രശ്നം പരിഹരിച്ചു കൊടുക്കാമെന്നാണ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം. ഇനിയും വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പുതിയ കോഴ്സുകളും പുതിയ കാലഘട്ടത്തനുസരിച്ച കോഴ്സുകൾ കോളേജുകളിലും നമ്മുടെ സ്കൂളുകളിലും ടെക്നിക്കൽ സ്ഥാപനങ്ങളെല്ലാം വരേണ്ടതുണ്ട്. അതെല്ലാം ഞങ്ങളൊരു വ്യക്തമായ ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഇപ്പോൾ നമുക്ക് ചേലക്കരയെ സംബന്ധിച്ചൊരു പുതിയ വെല്ലുവിളി വന്നിട്ടുണ്ട്. ആനയും എല്ലാമായി ബന്ധപ്പെട്ട് കർഷകരെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇടപെടൽ നടക്കുന്നത്. ഇപ്പോൾ ഫെൻസിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ആനകളെ ഒന്ന് ഓടിപ്പിക്കാൻ വേണ്ടി ഒരു സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടു കൂടി അലാറം ഉൾപ്പെടെല്ലാം വെച്ചു. അതെല്ലാം ഫലം കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ വയ്ക്കാനുള്ള നമുക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കിട്ടിയാൽ നിലവിലുള്ള ഫെൻസിങ് പൊളിച്ചു കളയുന്ന രീതിയിൽ ചില നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ ഈ അലാറം വലിയ ഗുണമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതെല്ലാം ഭാവിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്നും ആലോചിക്കാം. കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും അത് നമുക്ക് ഇടപെടാവുന്നതാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് പരമാവധി അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യും എന്നാണ്. കാർഷിക മേഖലയും വിദ്യാഭ്യാസ മേഖലയും മികച്ച മുന്നേറ്റം നടത്തണം. പുതിയ തലമുറകൾ വലിയ പ്രതീക്ഷയിലാണ് കൊണ്ടുവരുന്നത്. സംസ്ഥാനത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉന്നതികളുള്ള നഗരങ്ങളുള്ള ഒരു മണ്ഡലം ചേലക്കരയാണ്. ഇവിടെ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊന്ന് പറഞ്ഞൊരു വാക്ക്, എല്ലാ ഉന്നതികൾക്കും നഗരങ്ങൾക്കും അംബേദ്കർ പദ്ധതി അനുവദിച്ചു കൊടുക്കുമ്പോൾ ചേലക്കരയിൽ മറ്റു മണ്ഡലങ്ങളിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ചേലക്കരയേക്കാൾ വളരെ കുറവാണ്. അവിടെയും ഒന്ന് ഇവിടെയും ഒന്ന് ഓരോ കൊല്ലം വെച്ച് തരുമ്പോൾ ഞങ്ങളെക്കൊണ്ട് ഇത് എത്തില്ല. അപ്പോൾ പൊതുവെ ഇവിടെ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തരുന്നത്. ഇനി ഭാവിയിൽ നിങ്ങൾ ആലോചിക്കേണ്ടത് 4 ഈ ജനസംഖ്യ അനുസരിച്ച് കൊടുക്കുമ്പോൾ 4 ഇങ്ങോട്ട് തരുമ്പോൾ അപ്പുറത്ത് നിങ്ങൾ നോക്കി കൊടുത്തോളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് വേഗത്തിൽ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പല ഉന്നതകളിലും ആക്കാൻ കഴിയും, മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. ആ അർത്ഥത്തിൽ വളരെ ഗൗരവമായി അതിനെ സംബന്ധിച്ച് ഓരോ പഞ്ചായത്തിലും എത്ര ഉന്നതികളുണ്ടെന്നും അതിൽ ഏറ്റവും കുറവുകൾ നോക്കിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടത്. ഇനി അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്ന മുറയ്ക്ക് അത് അങ്ങനെ ആക്കും. MLA ഫണ്ടും പല സ്ഥലങ്ങളിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കിട്ടുന്ന ഫണ്ട് ഉന്നതികളിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ നിലയ്ക്ക് നമുക്കത് ചെയ്തു വന്നിട്ടുണ്ട്. ഇനിയും ഭാവിയിൽ അത്ര തന്നെയാണ് ലക്ഷ്യം. പുറകോട്ട് നിൽക്കുന്ന ഇത്തരം നഗരങ്ങൾ, പട്ടികജാതി നഗരങ്ങളിലും ഉന്നതികളിലും പട്ടികവർഗ ഉന്നതികളിലെല്ലാം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള ഉന്നതികൾ, പട്ടികവർഗ ഉന്നതികളെല്ലാം അംബേദ്കർ പദ്ധതി ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് കിട്ടിയ പദ്ധതി പ്രിയപ്പെട്ട രാധേട്ടയുള്ള സമയത്ത് തുടങ്ങി വെച്ചതും ഇതെല്ലാം അതിൻ്റെ പൂർത്തീകരണമായി അതിൻ്റെ പണികൾ നടക്കുന്നു. എന്നാലും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ മുഴുവൻ സൗകര്യം കഴിയുമോ ചോദിച്ചാൽ ആയിട്ടില്ല. ഇനിയും അതിലേക്ക് ചെയ്യാണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ടൈറ്റ് ഫോളോ അപ്പ് നടത്തിയാൽ മാത്രമാണ് ഒരു പരിഹാരം കാണുള്ളത്. നിലവിലിപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച പദ്ധതികളിൽ 3 എണ്ണത്തിൽ ഒന്ന് മേജർ പ്രൊജക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് കുത്താമ്പള്ളി പാലം. അത് നമുക്ക് മുൻകാലങ്ങളിൽ നമുക്ക് കണ്ടൊരു കാഴ്ചയാണ്. കൊട്ടവഞ്ചിയിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. നെഞ്ചു പൊട്ടുന്ന കാഴ്ച. ആരുടെ മക്കളാണ് അത് സംഭവിക്കാൻ പാടില്ല. ഗവൺമെൻറ് നല്ല സമയത്ത് സഹായിച്ചു തന്നു. അന്നത് തുടക്കം കുറിച്ചു. പിന്നീട് നമ്മുടെ രാധേട്ടൻ വന്ന സമയത്ത് അദ്ദേഹം ശക്തമായി ഇടപെട്ടപ്പോൾ ഇന്ന് യാഥാർത്ഥ്യമായി. അത് ശേഷം ഞാൻ ഈ 1.5 കൊല്ലം ശേഷം ഞാനും അതിനകത്ത് ഇടപെട്ടപ്പോൾ അത് നമുക്ക് 2 പേരും കൂടെ പറഞ്ഞ വാക്കത് പാലിച്ചു കൊടുക്കാൻ പറ്റി. ആ കൂട്ടത്തിലുള്ളത് തന്നെയാണ് നമ്മുടെ ചേലക്കര ബൈപ്പാസും കൊണ്ടയ്യൂർ ഓങ്ങല്ലൂർ പാലം. ഇതിൽ കൊണ്ടയ്യൂർ നമ്മുടെ ചേലക്കര ഏതാണ്ട് അവസാന ഘട്ടം സ്ഥലം ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ട് എല്ലാ ഇതും ആയിട്ടുണ്ട്. ഇനി അവരുടെ ഭൂമി ഏറ്റെടുത്ത് അവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ടെൻഡർ നടപടിക്ക് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ സ്വന്തം സ്ഥലമാക്കി മാറ്റേണ്ടത്.
അവസാന ഘട്ടത്തിലാണ്. അതും കൂടെ ആക്കി കഴിഞ്ഞാൽ ടെൻഡർ പ്രോസസ്സിംഗ് ആയാൽ നമുക്ക് റോഡ് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ കൊണ്ടയ്യൂർ ഉള്ളത് ഇപ്പോൾ എന്താ വെച്ചാൽ അതവിടെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വർക്കായതുകൊണ്ട് റെയിൽവേ അവർക്ക് കെട്ടിവെക്കേണ്ട പണവും റെയിൽവേയുടെ NOCയും എല്ലാം ലഭിക്കേണ്ടതിന് അതിൻ്റെ പുറകിലുണ്ട്. ഭൂമി ഏറ്റെടുക്കലും ഇതേപോലെ ചേലക്കര ബൈപ്പാസ് പോലെ തന്നെ അവിടെയും 1 കിലോമീറ്ററോളം കാർഷിക മേഖലയിലെ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് നടപടിക്രമം അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചെറിയ പ്രോസസ്സല്ല, ഈ വലിയ വർക്കായതുകൊണ്ട് ചെറിയ പ്രോസസ്സല്ല, അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ഈ കുത്താമ്പള്ളി പാലത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നും ആശ്രയിക്കാതെ അവിടെ ചെയ്യേണ്ടതുകൊണ്ട് വേണം നമുക്കങ്ങനെ വേഗത്തിലായത്. ഇവിടെയും ചേലക്കരയും ഏതാണ്ട് അവസാന ഘട്ടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ പണിയും നമുക്ക് വേഗത്തിലാക്കിയെടുക്കാൻ പറ്റും. മറ്റ് റെയിൽവേയുമായി ബന്ധപ്പെട്ട് കുറച്ച് നമുക്ക് നടപടിക്രമമുണ്ട്, അതും പൂർത്തീകരിച്ച് കിട്ടിയാൽ അതും നമുക്ക് നാടിനോട് പറഞ്ഞൊരു വാക്കാണ് അതിനോട്. വാക്ക് മാത്രമല്ല, പൈസ ഇപ്പോഴും അതേപോലെ തന്നെ അതിനൊരു കൊട്ടം തട്ടാതെ റെഡിയായിട്ടുണ്ട്. പടിയാവണ മുറയ്ക്ക് ആ പടികളും ആവും. അപ്പോൾ ഇനി ഇതുപോലെ ധാരാളം വർക്കുകൾ നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ശേഷിക്കനുസരിച്ച് വേഗം കൊണ്ടുവരാൻ തന്നെയാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ നമുക്ക് ഓടുക എന്നതാണ്. അത് ഇന്നലെ വരെ ആ പടി ചെയ്തിട്ടുണ്ട്, ഇനിയും അത് ചെയ്യും എന്നതിനാണ് പറയാനുള്ളത്. അതെ, ഇന്നിപ്പോൾ ഇതിൻ്റെ ഡിക്ലറേഷൻ വന്ന സ്ഥിതിക്ക് നമുക്കതിൻ്റെ സമയം കളയാതെ കാണേണ്ടവരെല്ലാവരും കണ്ട് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിച്ച് ഈ നാടിൻ്റെ വികസനം അവരെ ബോധ്യപ്പെടുത്തി ഇനിയും നമുക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ച സ്ഥിതിക്ക് സത്യസന്ധമായി ചെയ്തോളാം എന്ന് ഉറപ്പ് കൊടുക്കുക. ആ കൊടുത്ത ഉറപ്പ് പാലിക്കാനുള്ള കാര്യങ്ങൾ കിട്ടുന്ന സമയം ചെയ്യുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. ആരോഗ്യമേഖലയിലൂടെ തീർച്ചയായിട്ടും അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചേലക്കരയെ സംബന്ധിച്ച് നമുക്ക് മുഖാരിക്കുന്ന് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അതിൻ്റെ പുതിയ തസ്തികയെല്ലാം നമുക്ക് അനുവദിച്ച് കിട്ടി. നിലവിലുള്ള സൗകര്യത്തിൽ ചെയ്യേണ്ടതിന് അവിടെ സ്ഥലപരിമിതിയുണ്ട്. നേരത്തെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു വെച്ചായിരുന്നു. അതിൻ്റെ ഇപ്പോൾ നടപടിക്രമം ഉണ്ട്. എന്തായാലും അതിൻ്റെ മറ്റു കാര്യങ്ങളും കൂടെ ആവണ മുറയ്ക്ക് പുതിയ കെട്ടിടങ്ങൾ ഇനി നമുക്ക് ഉണ്ടാക്കാറുണ്ട്. എന്തായാലും അവിടെ ഇപ്പോൾ തന്ന തസ്തികയിലനുസരിച്ച് അതിൻ്റെ നടപടിക്രമം ആവുന്നുണ്ട്. അത് പോസ്റ്റിംഗ് ആവുമ്പോൾ ഇനിയും കുറച്ചും കൂടെ തസ്തിക ഉണ്ടാക്കാറുണ്ട്. ഒരു താലൂക്ക് ഹോസ്പിറ്റൽ നിലവാരത്തിലുള്ള ഇനി ധാരാളം വേണ്ടതുണ്ട്. നമുക്ക് ഇത് അനുവദിച്ച സമയത്തുള്ള ഒരു സംവിധാനമാണ് ഇന്നുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയല്ല, നമുക്ക് സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും ഉണ്ടായപ്പോൾ ഇവിടെ തസ്തിക അനുവദിക്കും പുതിയ ഡോക്ടർമാരെ പോസ്റ്റുകളും ഉണ്ടായില്ല. ഉള്ള ഡോക്ടർമാരെ വെച്ച് ഇത്രയധികം ജനങ്ങൾ വരുമ്പോൾ അവർ സേവനം കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതും കൂടെ ആയപ്പോൾ ഹോസ്പിറ്റലിൽ വലിയ സന്തോഷമായി. ഇനിയും കുറച്ചും കൂടെ തസ്തിക നമുക്ക് ഉണ്ടാക്കാറുണ്ട്. അതുണ്ടാക്കിയാൽ ഗൈനക്കോളജി ഉൾപ്പെടെ പ്രസവം ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ സൗകര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഏതായാലും ആ ഒരു ഉറപ്പ് തരുന്നു. ആ ഉറപ്പ് നമുക്ക് ആരോഗ്യ മേഖലയിൽ മികച്ച രീതിയിലാക്കാം. ഇനി നമ്മുടെ മുമ്പിലുള്ള തിരുവില്ലാമലയും പഴയന്നൂരുള്ളത് നമ്മുടെ ഗവൺമെൻറ് നിലവിലെ നയത്തിനനുസരിച്ച് FHSC ഫാമിലി ഹെൽത്ത് സെൻ്ററിൻ്റെ നിലവാരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ കിടത്തി ചികിത്സിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നടക്കാത്തത് സർക്കാരിൻ്റെ തെറ്റല്ല. ഈ നയം അനുസരിച്ച് അവിടെ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ അവിടെ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ ഈ തിരുവില്ലാമലയും പഴയന്നൂരും പോലെ വലിയ പഞ്ചായത്തുകളിൽ വലിയൊരു നിർബന്ധമാണ് അവിടെ അത്യാവശ്യം കിടത്തി ചികിത്സിച്ച് അവരെ മറ്റു ആശുപത്രിക്ക് കൊണ്ടുപോകുന്ന രീതിയിലാക്കാൻ കഴിയുമോ എന്ന് ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. ഇവിടെ കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടല്ല വികസനം കൊണ്ടുവരുന്നത്. വികസനം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ എന്നെ മാറ്റി നിർത്താതെ ഈ സഹകരിക്കാൻ തീർച്ചയായിട്ടും ചെയ്യും. അവിടുന്ന് NOCയും ഇതെല്ലാം ലഭിക്കുന്ന മുറിക്കാണ് സർക്കാരിൻ്റെ ആനുകൂല്യം അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിവേചനം ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഞാൻ ചെയ്യും. അതിനു മുമ്പേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ സഹകരിച്ച പഞ്ചായത്തിനൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സഹകരിക്കാത്ത പഞ്ചായത്തിനോട് നമ്മൾ അഭ്യർത്ഥിക്കും, അവർ തന്നാൽ ആ നാടിന് ഗുണമാണത്. അപ്പോൾ അത് തടസ്സം വരാത്ത രീതിയിൽ സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മുൻകാലങ്ങളില്ലാത്തൊരു ചിത്രമാണല്ലോ കഴിഞ്ഞ 10 വർഷം നമ്മൾ കാണാൻ കഴിഞ്ഞത്. ക്ഷേമകാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യത്തിലായാലും നിന്നുപോയ പദ്ധതികളെല്ലാം പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായി കേരളത്തിനകത്ത് നടത്തിയൊരു ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയെടുത്തു. ഏകദേശം 10-70 പുരസ്കാരങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വിവിധ മേഖലകളിൽ വാങ്ങിയെടുക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം പണം കൊടുത്ത് വാങ്ങിച്ചതല്ല, വളരെ കൃത്യമായി ആത്മാർത്ഥമായി ഇടപെട്ട് അതാത് വകുപ്പുകളെ തിരഞ്ഞു വന്നതാണ് ഈ പുരസ്കാരങ്ങൾ. ഇതെല്ലാം അതിൻ്റെ ഒരു തെളിവാണ്. ഗവൺമെൻറ് നന്നായി കഴിഞ്ഞ 10 വർഷം ദുരന്തം വന്നിട്ടും പ്രളയം എല്ലാം വന്നിട്ടും നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. ഇതെല്ലാം ഞാൻ നുണ പറഞ്ഞതല്ല. എൻ്റെ അടുത്ത് നിയമസഭയിൽ അവതരിപ്പിച്ച കൃത്യമായ കണക്ക് കൈവച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നമുക്ക് കിട്ടിയാൽ നമ്മുടെ കേരളം ഇങ്ങനെയല്ല. പക്ഷേ കേരളം ഇനിയും മുമ്പോട്ട് പോകണം. സർക്കാർ നല്ല ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് 10 വർഷം നമുക്ക് ഈ മേഖലയിൽ വന്ന മാറ്റം. ആ മാറ്റം ഇനിയും തുടരും തന്നെയാണ്.
ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചോളൂ. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.